അപ്പം വെച്ചമാരെ നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരിക്കും ഈ തേർഡ് പാർട്ടി അടിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മളടിക്കുമ്പോൾ അത് പൊളിയായിരിക്കും, പക്ഷെ നമുക്കിട്ട് കിട്ടുമ്പോൾ അത് മുമ്പലാണ്. അപ്പോൾ അതുപോലെ ഒരു തേർഡ് പാർട്ടി അടി ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മളിത് ഇവൻറ്റിൽ നിന്ന് ലൂട്ടൊക്കെ അടിച്ച് സെറ്റായിട്ട് ഗ്രോണസിലിറങ്ങി 2 ബോട്ടിനെയൊക്കെ തല്ലിക്കൊണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു സ്ക്വാഡ് നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരുത്തന്നെ നോക്കിയിട്ട് ഓടിച്ചെന്ന് കവർ എടുത്തപ്പോഴത്തേക്കും ഓപ്പണിലൊരുത്തൻ ഓടി വരുന്നുണ്ട്. അവനെ അടിക്കാൻ നോക്കിയപ്പോൾ നമ്മുടെ ഫോണിൻ്റെ മുമ്പേ ബഗ് വന്ന് അത് മുഞ്ചിപ്പോയി. പിന്നെ അവനെ ആ നോക്കങ്ങ് ഫിനിഷ് ചെയ്ത് നോക്കുമ്പോൾ അവൻ്റെ ടീമേറ്റ് വീണ്ടും ഓടി വരുന്നു. അവനെ അടിച്ച് നോക്കിയിട്ടിട്ട് നമ്മൾ ഡയറക്റ്റ് ഒരു ടൈം പോലും കൊടുക്കാതെ പെട്ടെന്ന് റഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. റഷ് ചെയ്ത് നേരെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ പോയി ഇറങ്ങി. അവൻ്റെ ഡയറക്റ്റ് ഫ്രണ്ടിൽ പോയി ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ മൂഞ്ചെന്നറിയാം. അതുകൊണ്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ പോയി ഇറങ്ങിയിട്ട് 2 ഡ്രിങ്കൊക്കെ അടിച്ച് സെറ്റായിട്ട് ഒരു മോളി എടുത്ത് അവന് മണ്ടക്കിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. മോളി എടുത്തെറിഞ്ഞപ്പോഴത്തേക്കും അവൻ ഓടിയിട്ടുണ്ടായിരുന്നു. അവനവിടെ നിന്ന് ഓടുന്നുണ്ട്. അപ്പോൾ അവനെ ഓടിച്ചിട്ട് പുറകെ അടിക്കാമെന്നും പറഞ്ഞാലോ പുറകെ ഓടിയപ്പോഴത്തേനും അവരൊരു പാറയുടെ കവറിലെടുത്തിട്ട് തിരിച്ചെന്നെ അടിക്കാൻ പോകും. പ്രോൺ ഷട്ടൊക്കെ അടിക്കാൻ തോന്നുന്നു, കില്ലാണല്ലോ. അപ്പോൾ അവനെ അടിച്ച് നമ്മൾ നോക്കിയിട്ടിട്ട് അപ്പോൾ അവൻ്റെ ടീംമേറ്റ് ഓടി വരുന്ന സൗണ്ട് കേട്ട് പിന്നെ ടീംമേറ്റിനെ അടിക്കാൻ പോയപ്പോഴത്തേക്കും നമ്മളെ രണ്ടാമത് നോക്കിയിട്ട് അവനെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവന് ഓപ്പണിൽ വന്ന് അവനെ അടിച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം അടിച്ചിട്ട് അവനെ പിന്നെ ടീംമേറ്റ് റീകോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ നമുക്കിട്ട് റിവെഞ്ച് എടുക്കാൻ വേണ്ടി ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ ഒരു പ്രോൺ ഷോട്ടിൽ അടിച്ചിട്ട് അപ്പം 1v4 എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ ഹീൽ ചെയ്തപ്പോഴാണ് തേർഡ് പാർട്ടി മെയിനും നമ്മൾ അടിച്ചത്. ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ.